ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പൂജയും അതുപോലെ അപ്പുവും വളരെ നിരാശയിലാണ്. രണ്ടു പേർക്കും ഉള്ളിലെ സ്നേഹം തുറന്നു പറയാനായിട്ട് ഒരവസരം കിട്ടുന്നില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നും അറിയില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിലൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ എവിടെ നിന്ന് രണ്ടുപേരും ഒരേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചതുകൊണ്ട് രണ്ടുപേരുടെയും ഫോണിൽ കിട്ടുന്നുമില്ല. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നത്തോട് പ്രശ്നം. ഈ സമയത്ത് കോള് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ പൂജ ഒരു പക്ഷേ ഇനി പങ്കജിനെ വിളിക്കുകയായിരിക്കുമോ എന്നുള്ളൊരു തോന്നൽ വേഗം നമ്മുടെ അപ്പുവിൻ്റെ മനസ്സിലേക്ക് വന്നു. ഈ സമയത്ത് പൂജയും അതുപോലെ തന്നെ അപ്പോട്ടിന് ഇനി എന്നാ പറഞ്ഞ പെൺകുട്ടിയെ മറ്റോ വിളിക്കുകയായിരിക്കുമോ എന്ന് പൂജയും ചിന്തിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി രണ്ട് രീതിയിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കാം. പക്ഷെ എന്തായാലും ഇങ്ങനെ പോയാൽ പറ്റില്ല. പൂജയെ കാണണം, പൂജയെ കണ്ട് സംസാരിക്കണം, പൂജയുടെ മനസ്സിൽ എന്താണെന്ന് അറിയണം എന്ന് നമ്മുടെ അപ്പു വിചാരിക്കുമ്പോൾ ശരിയാണ്, ഇങ്ങനെ പോയാൽ പറ്റില്ല, ഇനി അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മുടെ അപ്പുവും ചിന്തിക്കുന്നു. കാരണം ഇങ്ങനെ പോയിട്ടൊന്നും കാര്യമില്ല എന്ന് തന്നെ അപ്പു ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ പൂജയെ കാണാനും പൂജയെ കണ്ട് സംസാരിക്കണം എന്നുള്ള ആ ഒരു തീരുമാനമായിട്ട് അപ്പു ആ രീതിയിൽ ചിന്തിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അവിടെ രഞ്ജിതയ്ക്കാണെങ്കിൽ ആകെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് നമ്മുടെ സുമിത്ര ഇനി ഏത് രീതിയിലാണ് എങ്ങനെയാണ് നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളത് അറിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ വക്കീൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് പേടിച്ച് വിറച്ച് ആശാത്തി ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ആ ഒരു പേടിയും പ്രാളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുള്ളിക്കാരി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പൂജയുടെ പേരും പറഞ്ഞാൽ പൂജയുടെ കാര്യവും പറഞ്ഞു പങ്കജ് ചെല്ലുന്നത്. പങ്കജ് അത് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഭയങ്കര ദേഷ്യം. കാരണം എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ആ ഒരു ടെൻഷനിലിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ആ ഒരു പ്രതികരണം. അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും പങ്കജിനും ആകെ ദേഷ്യവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇവർക്കിടയിലുള്ള ആ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി വരികയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാണ് കേട്ടോ. അപ്പോൾ സുമിത്രയും അതുപോലെ തന്നെ പൂജയും കൂടി സംസാരിച്ച് അങ്ങനെ അവർ രാവിലെ ജോലിക്കൊക്കെ പോകണം. അപ്പോൾ പോകാൻ ഇറങ്ങിയ സമയത്ത് പൂജയുടെ ഫോണിലേക്ക് നമ്മുടെ അപ്പു വിളിച്ചു. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും കിട്ടിയപ്പോൾ ഇവർക്ക് പരസ്പരം കാണണം എന്നുള്ള കാര്യം പറയുക. അപ്പോൾ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ശരി കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ പൂജയും അങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നല്ലോ അപ്പുവേട്ടനെ ഒന്ന് കാണാൻ, അല്ലെങ്കിൽ അപ്പുവേട്ടനായിട്ടൊന്ന് സംസാരിക്കാനായിട്ട്. അങ്ങനെ ആ ഒരു അവസരം എന്തായാലും ഇത്തവണ വീണ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുക. അപ്പോൾ ഇതൊരു കാരണവശാലും വേറെ ആരും അറിയരുതെന്ന് അപ്പു പറഞ്ഞു. ശരി, ആരും അറിയില്ല, ഞാൻ ആരോട് പറയാനാണെന്ന് ചോദിച്ചപ്പോൾ പങ്കജിനോട് ഒരു കാരണവശാലും നീ പറയരുതെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറയുന്നില്ല. അങ്ങനെ ആ ഒരു സംഭവം അവിടെ അങ്ങനെ നടക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതുണ്ടല്ലോ നമ്മുടെ അനന്യ, നമ്മുടെ പഴയ അനന്യ മാറി ഇപ്പോൾ പുതിയ അനന്യയാണ് കേട്ടോ. പുതിയ അനന്യയും വന്നു, അതുപോലെ തന്നെ പുതിയ അനിരുദ്ധും വന്നു. അങ്ങനെ അനന്യ വീട്ടിലുണ്ട്. അനന്യ ഇങ്ങനെ നിരന്തരം ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രേമ. അനിരുദ്ധിനെ ഡിവോഴ്സ് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ അമ്മയും മോളും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് മകളോട് അനിരുദ്ധിനെ ഉപേക്ഷിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അമ്മ ചോദിച്ചു. അപ്പോൾ അതിന് വ്യക്തമായൊരു മറുപടിയൊന്നും നമ്മുടെ അനന്യ കൊടുത്തില്ല. അപ്പോഴേക്കും പുള്ളിക്കാരിക്ക് ഭയങ്കര ദേഷ്യം, അതായത് പ്രേമയ്ക്ക് വേഗം നീ ഇനി അവനുമായിട്ട് മുന്നോട്ട് ജീവിക്കേണ്ട, നിനക്ക് പറ്റിയ ഒരുത്തനല്ല അവൻ, ഒരു കാരണവശാലും അവൻ ഇനി നിൻ്റെ ജീവിതത്തിൽ വേണ്ട, അവനെ നീ ഒഴിവാക്കിയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ സ്വരമോൾ തൊട്ടടുത്ത് നിന്ന് കാണുന്നുണ്ട്. ഇത് കേൾക്കുന്തോറും സ്വരമോൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഈ അമ്മമ്മയ്ക്ക് എന്തിൻ്റെ അസുഖം, എൻ്റെ അച്ഛനെയും അമ്മയും കൂടെ പിരിച്ചിട്ട് ഈ അമ്മമ്മയ്ക്ക് എന്ത് കിട്ടാനാ എന്നൊക്കെ ഇങ്ങനെ നിന്ന് ചിന്തിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അമ്മ മകളോട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് നമ്മുടെ സ്വരമോള് പ്രതികരിച്ചു. അമ്മമ്മയ്ക്ക് എന്താ, എൻ്റെ മമ്മിയും ഡാഡിയും കൂടെ പിരിച്ചിട്ട് എന്ത് കിട്ടാനാ, എൻ്റെ ഡാഡി ഉണ്ടല്ലോ, എൻ്റെ ഡാഡി ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ, എൻ്റെ ഡാഡിയും മമ്മിയും ഞാനും ഇവിടെ നിന്ന് പോകും, പിന്നെ ഞാനും മമ്മിയും എൻ്റെ ഡാഡിയും കൂടി താമസിക്കാൻ പോണത്, അമ്മമ്മ കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞു കൊച്ചിങ്ങനെ എൻ്റെ ഉള്ളിലെ ആ ഒരു ഇങ്ങനെ വിദ്വേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ട് അനന്യ ഒന്നും മിണ്ടുന്നില്ല. അനന്യക്ക് എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്നുള്ള കാര്യം അറിയില്ല. അങ്ങനെ മൊത്തത്തിൽ ധർമ്മസങ്കടത്തിൽ നിൽക്കുകയാണ് അനന്യ. അത് കഴിഞ്ഞു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അനിരുദ്ധ് വരുന്നത് കാത്തു നിൽക്കുക കേട്ടോ, എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുമുറ്റത്തേക്ക് ഒരു വണ്ടി വന്നു. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോഴേക്കും കുഞ്ഞ് ഓടി ഇറങ്ങി ചെന്നു. ഹായ് ഡാഡി എന്ന് പറഞ്ഞു ഓടി ഇറങ്ങി ചെന്ന് അനിരുദ്ധിൻ്റെ അടുത്തേക്ക് ചെല്ലും. അനിരുദ്ധ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് കുഞ്ഞിനെ വാരി അങ്ങോട്ടേക്ക് എടുത്തു. അങ്ങനെ കുഞ്ഞും അച്ഛനും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കൊച്ചു കുറേ ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അനന്യ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അനന്യ വന്ന് നോക്കുമ്പോൾ നമ്മുടെ അനിരുദ്ധും അതുപോലെ കുഞ്ഞും കൂടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അനന്യയെ കണ്ടപ്പോഴേക്കും അനിരുദ്ധ് വളരെ നിരാശയോടെ വിഷമത്തോടെ അനന്യ ഇങ്ങനെ നോക്കുക. അപ്പോൾ അനന്യ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അനന്യയും അതുപോലെ തന്നെ വളരെ വിഷമത്തോടു കൂടി ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ അനന്യയ്ക്കും ആകെ സങ്കടമായിട്ടോ. കാരണം ഈ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പം അനന്യയ്ക്കാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്കൊന്നും ചെല്ലാൻ പറ്റില്ല, അനിരുദ്ധിനോടൊന്ന് സംസാരിക്കാൻ പറ്റില്ല. തൊട്ടരികിൽ പ്രേമയെന്ന് പറയുന്ന ആ ഒരു
സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റേതായ പേടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ അനന്യ അങ്ങനെ നിൽക്കുന്നത്. എന്തായാലും അനന്യയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനിരുദ്ധം വല്ലാതായി. പെട്ടെന്ന് സ്വരമോള് പറഞ്ഞു, ഡാഡി കയറി വാ ഡാഡി, ദേ മമ്മി നിൽക്കുന്നു, വാ ഡാഡി എന്നും പറഞ്ഞ് വിളിച്ചപ്പം ഇല്ല ഡാഡി വരുന്നില്ല, ഡാഡി മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഡാഡിയുടെ മോളെ കാണാനായിട്ട് വന്നതല്ലേ എന്നും പറഞ്ഞ് കുഞ്ഞിന് കുറേ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് പ്രേമ അങ്ങോട്ടേക്ക് വരുന്നത്. സ്വരേ കയറി വന്നേ സ്വരേ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അമ്മമ്മയല്ല തീരുമാനിക്കുന്നത്, ഈ വന്നിരിക്കുന്നത് എൻ്റെ ഡാഡിയാ എന്നും പറഞ്ഞ് കൊച്ച് ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ചേർത്ത് പിടിക്കുക ഡാഡിയെ. അപ്പോൾ അതിൻ്റെ മുന്നിൽ പ്രേമ നാണം കെട്ടുപോയി, പ്രേമയുടെ തൊലി ഉരിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അപ്പവും അതുപോലെ തന്നെ പൂജയും കൂടെ കണ്ടുമുട്ടുക. അപ്പോൾ ഇവർ തമ്മിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേർക്കും ഇപ്പോഴും പറയാൻ മടി, ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം പറയാനായിട്ട് മടിയാണ്. പക്ഷേ പറയാതിരിക്കാനും കഴിയില്ലല്ലോ. എന്തായാലും രണ്ടുപേരും കൂടെ കണ്ടു. പിന്നെ ആ ഒരു ഗിഫ്റ്റ്, അതായത് ഈ പങ്കജ് കൊടുത്ത ഗിഫ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഇവർക്കിടയിൽ സംസാരത്തിൽ വന്നു. അപ്പോൾ പങ്കജ് തന്ന ഗിഫ്റ്റ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ, ഗിഫ്റ്റോ? ഏത് ഗിഫ്റ്റ്? അല്ല ഇന്നലെ അവനോടൊപ്പം നിന്നൊരു സെൽഫിയൊക്കെ എടുത്ത് നീ അയച്ചായിരുന്നല്ലോ. ഞാനോ? എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് പങ്കജിൻ്റെ ഉള്ളിലിപ്പോൾ കുറേയൊക്കെ മനസ്സിലാകുന്നത് നമ്മുടെ പൂജയ്ക്ക്. ഇവർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ പൂജ പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ അപ്പുവിനറിയാം പൂജ ഒരിക്കലും പങ്കജിനെ സ്നേഹിക്കില്ലെന്ന്. പക്ഷേ ആ ഒരു എന്താ പറയുന്ന ഒരു വല്ലാത്തൊരു ഇതുണ്ടല്ലോ, ആ ഒരു ചിന്ത കൊണ്ടാണ് ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെ ഇവർ പരസ്പരം അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്കിടയിലുള്ള ആ ഒരു കുറേ പ്രശ്നങ്ങളൊക്കെ അങ്ങ് ഒഴിഞ്ഞു മാറി അങ്ങ് പോയി. കാരണം പങ്കജ് ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അങ്ങനെ ഉള്ളിലെ ആ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞില്ലെങ്കിലും ഉള്ളിലെ ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി അങ്ങ് വെച്ചിട്ടുണ്ട്. അങ്ങനെ തൽക്കാലം അവർ തമ്മിലുള്ള ആ ഒരു പിണക്കമൊക്കെ മാറി. അപ്പോൾ അങ്ങനെ പിണക്കമൊക്കെ മാറി കഴിഞ്ഞപ്പോൾ എന്നെ ഒന്ന് കൊണ്ടുവിടാവോ അല്ലെങ്കിൽ എന്നെ വീട്ടിലാക്കാവോ എന്ന് പൂജ ചോദിച്ചു. അപ്പോൾ വാ ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്തായാലും അപ്പുവിൻ്റെ കൂടെ ബുള്ളറ്റിൽ കയറി പൂജ വീട്ടിൽ പോയി ഇറങ്ങുക. ഈ സമയത്ത് സരസ്വതിയമ്മ എന്ത് കിട്ടും, എവിടെ നിന്നതാണ് ചുരണ്ടേണ്ടതെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇതുങ്ങൾ രണ്ടും കൂടെ കയറി ചെല്ലുന്നത്. ഇവരെ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവക്ക് ഓരോ ദിവസവും ഓരോരുത്തന്മാരാണല്ലോ, ഇവൾ ആൾ ഭയങ്കരയാണല്ലോ, ഇവൾ കാണുന്നത് പോലെ ഒന്നും അല്ലല്ലോ എന്നൊക്കെ സരസ്വതിയമ്മ എങ്ങനെ ചിന്തിക്കുന്നത്. ആ സമയത്ത് അപ്പവും അതുപോലെ പൂജയും കൂടെ അങ്ങോട്ടേക്ക് കയറി വന്നപ്പം കൊള്ളാവല്ലോടി കൊച്ചേ, നീ ആള് ഭയങ്കരയാണല്ലോ, ഇന്നെന്നാടി മറ്റവൻ വന്നില്ലേ, ഇവനാണോ നിന്നെ കൊണ്ടാക്കാൻ വന്നതെന്ന് ചോദിച്ചു. അപ്പവും അതുപോലെ പൂജയും കൂടെ മുഖാമുഖം നേരം നോക്കുക. പെട്ടെന്ന് സുമിത്ര അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. സുമിത്ര ഇറങ്ങി വന്നത് സരസ്വതിയമ്മ കണ്ടില്ല. ഓരോ ദിവസവും നിന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ ഓരോരുത്തന്മാർ ക്യൂ ആണല്ലോടി, എല്ലാവരും മത്സരമാണല്ലോ, അതിന് മാത്രം എന്തു പ്രത്യേകതയാണ് നിനക്കിരിക്കുന്നതെന്നൊക്കെ ഈ സരസ്വതി അമ്മ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ട് സുമിത്രയ്ക്ക് ദേഷ്യം വന്നു. സുമിത്ര എന്ത് ചെയ്തു? സുമിത്ര സരസ്വതിയമ്മയുടെ തോളിൽ പതുക്കി ഒന്ന് പിടിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ സുമിത്രയെ കണ്ടപ്പോൾ തള്ളി ഒന്ന് ചമ്മി. അമ്മ എന്ത് വർത്തമാനം ഇവിടെ നിന്ന് പറയുന്നതെന്ന് ചോദിച്ചു. എന്ത് മര്യാദ കെട്ട വർത്തമാനം അമ്മ ഇവിടെ പറയുന്നത്, അമ്മ എന്താ കണ്ടത്, പൂജ എന്ത് തെറ്റ് ചെയ്യുന്നതാ കണ്ടതെന്ന് ചോദിച്ചപ്പോൾ അല്ല സുമിത്ര, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, അല്ല കഴിഞ്ഞ ദിവസമൊക്കെ പങ്കജാണല്ലോ പൂജയെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വന്നതേ, ഇനിയിപ്പോൾ ഇവൻ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണെന്ന് പറഞ്ഞു. പങ്കജ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പങ്കജിൻ്റെ കമ്പനിയിലാണ് പൂജ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാഫിനെ വീട്ടിൽ കൊണ്ടുവിടുക ഇതൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായ കാര്യമാണ്. അതുമാത്രമല്ല അതിന് മറ്റൊരു കണ്ണുകൊണ്ട് അമ്മ കണ്ട് വേറെ വ്യാഖ്യാനിക്കാൻ നിൽക്കണ്ട. പിന്നെ ഈ നിൽക്കുന്നത് എൻ്റെ അപ്പുവാ, എൻ്റെ അനിയൻ്റെ മകനാ. അവൻ എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിൽ വരികയോ പോവുകയോ എല്ലാം ചെയ്യാം. അതിനുള്ള സർവ്വ സ്വാതന്ത്ര്യവും അവനിവിടെയുണ്ട്. അതിനെയും അമ്മ വേറെ കണ്ണുകൊണ്ട് കണ്ട് സംസാരിക്കേണ്ട. അമ്മയ്ക്ക് ഇപ്പോഴും മര്യാദ എന്ന് പറയുന്നതൊന്നില്ലേ? നന്മയിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ? ഇപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കാനല്ലാതെ അമ്മേനെ കൊണ്ട് എന്തിന് കൊള്ളാമെന്നൊക്കെ സുമിത്ര ചോദിച്ചു. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് ആ പ്രശ്നമായിപ്പോയത്. അവിടെ മോൾ ഓരോരുത്തന്മാരുടെ കൂടെ പോയും വരുകയും ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. നീ ഇവളെ ഓർത്ത് കരയാൻ പോണതേ ഓൾറെഡി സുമിത്ര, നിനക്കിട്ടുള്ളത് ഇരിപ്പുണ്ട്. ഇവള് പരുന്നുംകാലേ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതി ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞപ്പോൾ അച്ചമ്മ പറഞ്ഞൊന്നും കാര്യമാക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അപ്പുവിനെ അകത്തേക്ക് വിളിക്കുകയാണ് നമ്മുടെ പൂജ. അച്ചമ്മ പറയുന്ന അല്ലെങ്കിൽ ആര് കാര്യമാക്കാനാ എന്നുള്ളൊരിതിൽ അപ്പു എന്നിട്ട് അകത്തേക്ക് കയറി ചെന്നു. അങ്ങനെ വളരെ സ്നേഹത്തോടെ അപ്പുവിനെ അകത്തേക്ക് കൊണ്ടുപോയി സുമിത്രയും പൂജയും ഒക്കെ ഇരുത്തുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ഇവർക്കിടയിലുള്ള ആ ഒരു അടുപ്പവും കാര്യങ്ങളെല്ലാം കൂടെ കുശുമ്പ് കയറിയിട്ടൊരു രക്ഷയില്ലാണ്ട് സരസ്വതി ഇങ്ങനെ അവിടെ നിൽക്കുക. എന്തായാലും സരസ്വതിക്ക് അവിടെ അധികം നാൾ ജീവിതം ഉണ്ടാവില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇമാതിരി പരിപാടിയൊക്കെ കാണിച്ച സുമിത്ര എപ്പോൾ അടിച്ചിറക്കിയെന്ന് ചോദിച്ചാൽ മതി. എന്തായാലും അനുരുദ്ധ് വന്ന് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ അനന്യയും അതുപോലെ തന്നെ പ്രേമയും ഇച്ചിരിയും കൂടെ പിടി മുറുക്കുന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ. കാരണം കുഞ്ഞങ്ങാനിനി അനിരുദ്ധിൻ്റെ കൂടെ പോകുമോ എന്നുള്ളൊരു പേടി. പക്ഷെ കൊച്ചിന് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അനിരുദ്ധിനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അങ്ങനെ ഒരു തരംതിരിവ് നമ്മുടെ
അമ്മയ്ക്കില്ല. പക്ഷേ ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാം ഒരു വകയ്ക്കാക്കുന്നത് ഈ പ്രേമയാണ്. പ്രേമ എല്ലാ കാര്യങ്ങളും മകൾക്ക് പറഞ്ഞു കൊടുത്ത് കുഞ്ഞിനെ അനിരുദ്ധിൽ നിന്ന് അകറ്റാനായിട്ടുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുക. അങ്ങനെ കുറേയൊക്കെ ചെയ്തു. പക്ഷേ വേറൊരു രീതിയിലും ഉണ്ട്. കൊച്ചിനെ അനിരുദ്ധ് കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ, തൻ്റെ മകൾ ഫ്രീ ആകുമല്ലോ, മോളെ വെല്ലെടുത്ത് കെട്ടിച്ചു വിടാം എന്നൊക്കെയുള്ള ഒരു ചിന്ത അത് അങ്ങനെയുണ്ട് പ്രേമയ്ക്ക്. അപ്പം മൊത്തത്തിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കൂടി കലർന്നും കഥകൾ പുതിയ വഴിത്തിരിവിലേക്കൊക്കെ എത്തുന്ന സിറ്റുവേഷനാണ് ഇന്നത്തെ നമ്മുടെ കഥയിലുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ സാഹചര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പ്രേമം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡയലോഗുകളിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. പിന്നെ അടുത്ത ആഴ്ച മുതൽ നമ്മുടെ എപ്പിസോഡ് വൈകുന്നേരം 6:30 മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാനൊക്കെ എളുപ്പമുണ്ടായിരിക്കും. ഇപ്പോൾ കുറച്ച് പലർക്കും എപ്പിസോഡുകൾ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളതറിയാം. എന്തായാലും അടുത്ത ആഴ്ച തൊട്ട് 6:30 കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും കമൻസിനും ഒക്കെ ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ.